ശബരിമല സ്വർണ്ണ കവർച്ചാ കേസ് CBIക്ക് വിടണമെന്നാവശ്യപ്പെട്ട് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. സ്വർണം കവർന്നതിലെ നഷ്ടം മുൻ ദേവസ്വം ബോർഡ് ഭാരവാഹികളിൽ നിന്നും ഈടാക്കണം എന്നാവശ്യപ്പെട്ടാണ് ഹർജി. ഹൈക്കോടതിയുടെ അവധിക്കാല ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. ജിജീഷ് കരുണാകരൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ജിജീഷ്, സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുകയാണ്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ് ഹർജി നൽകിയിട്ടുള്ളത്. അതുമാത്രമല്ല, ഈ സ്വർണ്ണ കവർച്ചയിൽ വന്ന നഷ്ടം മുൻ ദേവസ്വം ബോർഡ് അംഗങ്ങളിൽ നിന്ന് തന്നെ ഈടാക്കണം എന്നുള്ളതും ഹർജിയിൽ പറയുന്നുണ്ട്. എപ്പോഴായിരിക്കും കോടതി പരിഗണിക്കുക? എന്താണ് കൂടുതൽ വിവരങ്ങൾ? രോഹിണി, ഇന്ന് കോടതി കേസ് പരിഗണിക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് CBI അന്വേഷണത്തോട് കോടതി എത്രമാത്രം അനുകൂലമായ സമീപനം സ്വീകരിക്കും എന്നത് തന്നെയാണ്. കാരണം ഇക്കാര്യത്തിൽ എല്ലാവരെയും കേട്ടുകൊണ്ട് ഈ ഒരു കക്ഷിയായ CBIയെ ഒപ്പം തന്നെ കേന്ദ്ര സർക്കാർ, സംസ്ഥാന സർക്കാർ എന്നിവരെല്ലാം തന്നെ കേട്ടുകൊണ്ടായിരിക്കും കോടതി മുന്നോട്ട് പോവുക. ഇന്ന് ഇവരോടെല്ലാം തന്നെ മറുപടി സത്യവാങ്മൂലം സമർപ്പിക്കാൻ കോടതി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. രാജീവ് ചന്ദ്രശേഖർ പ്രധാനമായും ഉയർത്തുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ സംസ്ഥാനത്തെ SIT അന്വേഷണം കൊണ്ട് കാര്യക്ഷമമായ അന്വേഷണം മുന്നോട്ട് പോകില്ല. അവിടെ കേന്ദ്ര അന്വേഷണ ഏജൻസിയായ CBI തന്നെ സ്വർണ്ണക്കവർച്ചയിൽ വിശദമായ അന്വേഷണം നടത്തേണ്ടതുണ്ട്. എല്ലാ തലങ്ങളെയും സ്പർശിക്കുന്ന വിശദമായ അന്വേഷണം നടത്തണം. പ്രത്യേകിച്ച് പൊതുപ്രവർത്തകരുടെ അഴിമതി പരിധിയിൽ വരുന്ന കൃത്യങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട്, ശബരിമല സ്വർണ്ണ കവർച്ച കേസുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ചാൽ മാത്രമാണ് വസ്തുതകൾ, യാഥാർത്ഥ്യങ്ങൾ പുറത്തുവരൂ എന്നൊരു കാര്യമാണ് പ്രധാനമായും രാജീവ് ചന്ദ്രശേഖർ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഇതിൽ വന്നിരിക്കുന്ന നഷ്ടം, ഈ സ്വർണ്ണ കവർച്ചയിലൂടെ ശബരിമലയ്ക്ക് ഉണ്ടായിട്ടുള്ള നഷ്ടം, അത് ഈ ഒരു പ്രതികളായിട്ടുള്ള ആളുകളിൽ നിന്ന്, ഈ മുൻ ദേവസ്വം ഭാരവാഹികളിൽ നിന്ന് പിടിച്ചെടുക്കണം എന്ന ഒരു കാര്യം കൂടി രാജീവ് ചന്ദ്രശേഖർ ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ സംസ്ഥാന സർക്കാർ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നതും കേന്ദ്ര സർക്കാരിൻ്റെ മറുപടിയും എല്ലാം തന്നെ ഏറ്റവും പ്രധാനമാണ്. കാരണം ഈ CBI അന്വേഷണം എന്ന ആവശ്യത്തോട് കേന്ദ്ര സർക്കാർ കൂടി അനുകൂല സമീപനം തന്നെയാണ് സ്വീകരിക്കുന്നത് എങ്കിൽ അന്വേഷണത്തിന് അത്തരം സാധ്യതകൾ വർദ്ധിക്കുകയാണ്. മാത്രമല്ല, CBIയുടെ നിലപാട് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. ഇതിൽ തങ്ങൾക്ക് അന്വേഷിക്കാവുന്ന വിഷയങ്ങളുണ്ടോ, അതിൽ അഴിമതി നിരോധന നിയമത്തിൻ്റെ ഭാഗമാകുന്ന വിഷയങ്ങളിൽ എത്രമാത്രം അന്വേഷണം ഇതിൽ CBI അന്വേഷണത്തിന് സാധ്യതകളുണ്ട് എന്നീ കാര്യങ്ങൾക്ക് മറുപടി CBIയും നൽകും. ഒപ്പം തന്നെ സംസ്ഥാന സർക്കാർ നിലവിൽ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ SITയുടെ അന്വേഷണം നടക്കുന്നുണ്ട് എന്നും മറ്റ് അന്വേഷണ ഏജൻസികളുടെ അന്വേഷണമൊന്നും ആവശ്യമില്ല എന്നുമുള്ള നിലപാടായിരുന്നു നേരത്തെ വിവിധ കോടതികളിൽ, അത് ഹൈക്കോടതിയിലാണെങ്കിലും ജില്ലാ കോടതിയിൽ, സെഷൻസ് കോടതിയിലും എല്ലാം തന്നെ സർക്കാർ സ്വീകരിച്ച ഒരു നിലപാട് എന്ന് പറയുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട വിഷയത്തിലായിരുന്നു അത്തരമൊരു നിലപാട് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരുന്നത് എന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ CBI അന്വേഷണത്തിന് മറുപടി നൽകാൻ, അല്ലെങ്കിൽ അതിൽ അഭിപ്രായം ഹൈക്കോടതി തേടിയിരിക്കുന്ന സാഹചര്യത്തിൽ സർക്കാർ നൽകുന്ന മറുപടിയും ഏറ്റവും പ്രധാനമാണ്. സർക്കാരിന് അനുകൂലമാണ് എങ്കിൽ മറ്റു തടസ്സങ്ങളൊന്നും തന്നെ CBI അന്വേഷണത്തെ സംബന്ധിച്ചിടത്തോളം ഇല്ല. CBI അന്വേഷണത്തിലൂടെ ഇതിന്റെ എല്ലാ വസ്തുതകളും പുറത്തുവരുമെന്നത് പൊതുവായി തന്നെയുള്ള ഒരു അഭിപ്രായവുമാണ്. രോണി, ശരി. ജിജീഷ് കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്.